റാഫയിലെ ദക്ഷിണ ഗാസ സിറ്റിയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 31 പലസ്തീനുകാർ കൊല്ലപ്പെട്ടു. വലിയ ആരോപണങ്ങളും ഇസ്രായേൽ ഉന്നയിച്ചിട്ടുണ്ട്. ഗാസയിലെ UN ആസ്ഥാനത്തിനടിയിലായി ഹമാസിന്റെ തുരങ്കം കണ്ടെത്തിയതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. UN പലസ്തീൻ അഭയാർത്ഥികൾക്കായി നടത്തുന്ന ദുരിതാശ്വാസ കേന്ദ്രത്തിന്റെ സ്കൂളാണിത്. ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഗാസയിലെ ജനങ്ങളിൽ നല്ലൊരു ശതമാനം ഈജിപ്തിന് സമീപത്തുള്ള അതിർത്തിയിലേക്ക് പലായനം ചെയ്തിരിക്കുകയാണ്. ഇവർക്കിതുവരെ പലസ്തീനിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പലായനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. 100 കണക്കിന് മീറ്ററുകൾ നീണ്ടുകിടക്കുന്നതാണ് ഈ തുരങ്കമെന്ന് ഇസ്രായേലി സൈന്യം പറയുന്നു. പലസ്തീനികൾക്കുള്ള സഹായ കേന്ദ്രത്തെ ഹമാസ് ചൂഷണം ചെയ്യുന്നതിന്റെ പുതിയ തെളിവാണിതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. UNRWA വലിയ ആരോപണങ്ങൾക്ക് നടുവിലാണ് നേരത്തെ നിൽക്കുന്നത്. ഇവർക്കുള്ള ഫണ്ടിംഗ് പല രാജ്യങ്ങളും ആരോപണങ്ങളെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. UN ഏജൻസിയുടെ സ്റ്റാഫുകൾ ഹമാസിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് സംഘടന അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UNRWA ആസ്ഥാനം ഗാസ സിറ്റിയിലാണ്. ഇസ്രായേൽ സൈന്യം അതിരൂക്ഷമായ ആക്രമണം നടത്തുന്ന സ്ഥലത്താണ് UNRWA പ്രവർത്തിക്കുന്നത്. അതേസമയം കൊല്ലപ്പെട്ട 31 പേരിൽ 1/3 ഭാഗം കുട്ടികളാണ്. ആക്രമണം നടന്ന മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സൈന്യത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. റാഫ മേഖലയിൽ 3ഓളം വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത്. ഹമാസുമായി ബന്ധമുള്ളയാൾക്കെതിരെ ലബനന്റെ ദക്ഷിണാതിർത്തിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഇയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഈ ആക്രമണത്തിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിലൊരാൾ ഹിസ്ബുല്ല അംഗമാണ്. ഹിസ്ബുല്ലയും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള സാധാരണ ഏറ്റുമുട്ടലായിരുന്നില്ല ഇത്. അതേസമയം ബന്ദികളെ വിട്ടയക്കണമെന്നും പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച 7ഓളം പേരെ ടെല്ലവീലിൽ കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റ് ചെയ്തു. അയാലോൺ ഹൈവേ ചില പ്രതിഷേധക്കാർ ഉപരോധിക്കുകയും ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇവർ റോഡിന് നടുവിൽ തീയിട്ട ശേഷമാണ് ഉപരോധം നടത്തിയത്. നിരവധി പേരാണ് ഹമാസ് ബന്ദികളാക്കിയവരെ രക്ഷിക്കാൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടത്. ജെറുസലേമിലെ പാരീസ് സ്ക്വയറിലും റാലി ഉണ്ടായിരുന്നു.